അങ്ങനെ ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാന്റെ ഒഫീഷ്യൽ ടീസർ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഴുവൻ ഇതായിരുന്നു എല്ലായിടത്തും ചർച്ചാ വിഷയം. ആൻഡ് യൂട്യൂബിൽ ട്രെൻഡിങ് നമ്പർ 1 ആയിട്ട് ഈ ട്രെയിലർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിലർ നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയ കുറേ ക്യാരക്ടേഴ്സ്, ഹിഡൻ ഡീറ്റെയിൽസ്, അങ്ങനെ ഒരു ഫുൾ ബ്രേക്ക് ഡൗൺ ആണ് ഇന്നത്തെ വീഡിയോ. മാത്രമല്ല ഈ യൂണിവേഴ്സ് ഓൾറെഡി ക്രീച്ചർ കമാൻഡോസ് എന്ന ആനിമേറ്റഡ് സീരീസിലൂടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷമാണ് അടുത്ത വർഷം സൂപ്പർമാൻ വരിക. സോ മൊത്തത്തിൽ എല്ലാത്തിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ബ്രേക്ക് ഡൗണിലേക്ക് കടക്കുന്നതിന് ചെറിയൊരു കാര്യം, കേരളത്തിലെ ഏറ്റവും വലിയ കൊമിക് ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഇന്ത്യ കോമിക്സ് ഫെസ്റ്റ് കൊച്ചി ഈ വരുന്ന ഞായറാഴ്ച, അതായത് ഡിസംബർ 22-ന് വുമൻസ് അസോസിയേഷൻ ഹാളിൽ വെച്ച് നടക്കുകയാണ്. സോ താല്പര്യമുള്ളവരെല്ലാം കയറിപ്പോൾ ഒരു ഫ്രീ എൻട്രി ആണ്. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കോമിക്സ്, അതായത് ക്രിയേറ്റേഴ്സിനെ പരിചയപ്പെട്ട് അവരുടെ അടുത്തു നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഞങ്ങൾ കൊമിക് മന്ത്ര ടീമും അവിടെ ഉണ്ടായിരിക്കും. കൂടുതൽ ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇന്ത്യ കോമിക്സ് കമ്മ്യൂൺ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ട്രെയിലർ തുടങ്ങുന്നത് തന്നെ പരിക്കേറ്റ് വായിൽ നിന്നും ചോര വരുന്ന, ഐസിൽ വന്നു വീഴുന്ന സൂപ്പർമാനെ കാണിച്ചുകൊണ്ടാണ്. സൂപ്പർമാൻ നമ്മുടെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ക്രിറ്റിസിസംസിൽ ഒന്നാണ് സൂപ്പർമാൻ ഓവർ പവേർഡ് ആണ്, അതുകൊണ്ട് ഒരു റിലേറ്റബിൾ സൂപ്പർ ഹീറോ ക്യാരക്ടർ അല്ല എന്നത്. ഇതിനൊരു വലിയ കാരണം DCUവിലെ സനന്റെ ഡാർക്ക് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ടേക്കാണ്. എന്നാൽ DCUവിലെ സൂപ്പർമാനെ നമ്മൾ ആദ്യമായി കാണുന്നത് തന്നെ വളരെയധികം വൾണറബിൾ ആയ സ്റ്റേറ്റിലാണ്. ഓൾസോ ഈ സിനിമയിൽ സൂപ്പർമാന്റെ ഒറിജിൻ സ്റ്റോറി കാണില്ല, ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അത് ഓൾറെഡി അറിയാം. MCUവിൽ സ്പൈഡർമാൻ വന്നതും ഇനി ഫാന്റാസ്റ്റിക് ഫോർ വരാൻ പോകുന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. ഈ ലോകത്ത് ക്ലാർക്ക് ഓൾറെഡി സൂപ്പർമാനാണ്, ഡെയിലി പ്ലാനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ലോയിസിനെ ഓൾറെഡി അറിയാം. അതേപോലെ സൂപ്പർ ഹീറോസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലോകത്താണ് സൂപ്പർമാൻ ഉള്ളത്. ഇതിൽ ചിലരെ നമ്മൾ ട്രെയിലറിൽ കാണുന്നുമുണ്ട്. ഈ ഒരു സിനിമയുടെ മെയിൻ എലമെന്റ് തന്നെ ഓൾറെഡി ഒരുപാട് സൂപ്പർ ഹീറോസ് ഉള്ള ഈ ലോകത്ത് എന്താണ് സൂപ്പർമാന്റെ പ്രസക്തി എന്നതാണ്. റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റിലേക്ക് വന്നാലും ഒരുപാട് സൂപ്പർ ഹീറോസിന്റെ സിനിമാ സീരീസുകൾ ലോകമെമ്പാടും ഇന്നിറങ്ങുന്നുണ്ട്. സോ ഈ പുതിയ ലോകത്ത് എന്താണ് സൂപ്പർമാന്റെ പ്രസക്തി, അത് കാട്ടിത്തരുന്ന ഒന്നാകും ഈ സിനിമ. ഡെയിലി പ്ലാനിലേക്ക് നടന്നു പോകുന്ന ക്ലാർക്കിന്റെ കയ്യിലെ പത്രത്തിൽ ഗൊറില്ല ഗ്രോഡിന്റെ ഫോട്ടോ കാണാം. ഇക്കഴിഞ്ഞ ദിവസം ക്രീച്ചർ കമാൻഡോസ് എപ്പിസോഡ് 4-ലെ അപ്പോക്കലിപ്റ്റിക് ഫ്യൂച്ചർ വിഷനിലും ഗൊറില്ല ഗ്രോഡ് അപ്പിയർ ചെയ്തിരുന്നു. കോമിക്സിൽ ഫ്ലാഷിന്റെ വില്ലനായ ഈ ക്യാരക്ടർ ഒരു ഉൽക്കയിൽ നിന്ന് വന്ന റേഡിയേഷൻ മൂലം സൂപ്പർ ഇൻലൻഡായി മാറിയ ഒരു ഗൊറില്ലയാണ്. മാത്രമല്ല ടെലിപ്പതി പവേഴ്സിലൂടെ ആൾക്കാരെ മൈൻഡ് കൺട്രോൾ ചെയ്യാനും ഗ്രോഡിന് സാധിക്കും. ബൊറോവി എന്ന രാജ്യത്തെ ഗ്രോഡ് ആക്രമിക്കുന്നതായാണ് പത്രത്തിലെ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ലാർക്കിന്റെ കയ്യിൽ മാത്രമല്ല മറ്റൊരു പോലീസ് ഓഫീസറിന്റെ കയ്യിലും ഇതേ പത്രം നമ്മൾ ട്രെയിലർ കാണുന്നുണ്ട്. പിന്നീട് ന്യൂസിൽ കാണിക്കുന്നതും സൂപ്പർമാന്റെ എംബ്ലം അടങ്ങിയ കൊടി ഒരു കുട്ടി ഉയർത്തുന്നതും ഇതേ സെയിം സംഭവമാണ്. ബൊറോവിയ DC കോമിക്സിലുള്ള യൂറോപ്പിലെ ഒരു ഫിക്ഷണൽ രാജ്യമാണ്. ഈ സീന് ഗൊറില്ല ഗ്രോഡ് കാരണം ക്രീച്ചർ കമാൻഡോസിലെ വിഷൻ ഡയറക്റ്റ് കണക്ഷൻ വരുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് ക്രീച്ചർ കമാൻഡോസിന്റെ ബ്രേക്ക് ഡൗൺ വീഡിയോയിൽ ഡീറ്റെയിലായി സംസാരിക്കാം. ഈ ന്യൂസ് കാണിക്കുന്ന ചാനൽ GBS അഥവാ ഗാലക്സി ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റമാണ്. ക്രീച്ചർ കമാൻഡോസിലും ഇതേ ന്യൂസ് ചാനൽ നമ്മൾ കണ്ടിരുന്നു. അടുത്തതായി DCUവിലെ സ്മോൾവിൽ നമ്മൾ ആദ്യമായി കാണുന്നു. റീസെന്റ് സൂപ്പർമാൻ ലോയിസിന്റെ കിഡിലിൻ ഫൈനൽ സീസൺ കണ്ടിട്ടിരിക്കുന്നതിനാൽ ഈ ഷോട്ട് കണ്ടപ്പോൾ കിഡിലും ഫീൽ ആയിരുന്നു. ക്ലാർക്കിന്റെ അച്ഛനായ ജൊനാഥൻ കെന്റിനെ നമുക്കിവിടെ കാണാം. എന്നാൽ അമ്മയെ മാർത്ത കെന്റ് ട്രെയിലർ ഒരിടത്തും വരുന്നില്ല. ജോനാഥിന് പകരം മാർത്തയാഗോടെ മരിച്ചിട്ടുണ്ടാകുന്ന പല തിയറീസും കേട്ടെങ്കിലും ഓൾറെഡി ഒരു ആക്ട്രസിനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതിനാൽ സിനിമയിൽ ഉണ്ടാകും ഈ ക്യാരക്ടർ എന്ന് ഏകദേശം ഉറപ്പാണ്. മോസ്റ്റ് ലൈക്ലി സൂപ്പർമാന്റെ സ്യൂട്ട് ഉണ്ടാക്കുന്നതും മാർത്തയാകും. വീണ് കിടക്കുന്ന സൂപ്പർമാനിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. സൂപ്പർസോണിക് വിസിലൂടെ സൂപ്പർമാൻ ക്രിപ്റ്റോയെ വിളിക്കുന്നു. ആൻഡ് ക്രിപ്റ്റോ അറൈവ്സ്. സൂപ്പർമാനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് സൂപ്പർമാന്റെ യഥാർത്ഥ അച്ഛനായ ജോറൽ ക്രിപ്റ്റോണിൽ നിന്ന് പ്രോട്ടോടൈപ്പായി ക്രിപ്റ്റോയെ അയക്കുന്നത്. എന്നാൽ ആ റോക്കറ്റ് ഓഫ് കോഴ്സിൽ പോയി അവസാനം ഭൂമിയിലെത്തിയപ്പോൾ ക്ലാർക്ക് ഓൾറെഡി സൂപ്പർമാനായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീട് സൂപ്പർമാന്റെ സന്തോഷസഹചാരിയായി ക്രിപ്റ്റോ എന്ന സൂപ്പർ ഡോഗും കൂടെ കൂടി. സൂപ്പർമാന്റെ സിമിലർ പവേഴ്സ് ക്രിപ്റ്റോയ്ക്കും ഉണ്ട്. സൂപ്പർ സ്ട്രെങ്ത്, സൂപ്പർ സ്പീഡ്, ഫ്ലൈറ്റ്, ഹീറ്റ് വിഷൻ, എക്സ്റേ വിഷൻ, എൻഹാൻസ് സെൻസസ് എന്നിവ അതിൽപ്പെടും. ക്രിപ്റ്റോയുടെ നിസ്സഹായനായി സൂപ്പർമാൻ ടേക്ക് മീ ഹോം എന്ന് പറയുന്നത് വീണ്ടും സൂപ്പർമാന്റെ ആ വൾണറബിലിറ്റി എടുത്തു കാട്ടുന്നു. അടുത്ത തന്നെ ട്രെയിലറിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷോട്ടാണ്. ബേസിക്കലി സൂപ്പർമാൻ പാഞ്ഞു വന്നിട്ട് ഒരു കുട്ടിയെ രക്ഷിക്കുന്നു. ആൻഡ് ഇറ്റ് വാസ് ഇൻ സ്ലോ മോഷൻ. ആ ഒരു സീൻ പക്ക സെറ്റായിരുന്നു. ആൻഡ് ഇതിൽ ആ കുട്ടിയെ സൂപ്പർമാൻ രക്ഷിക്കുന്നത് ഒരു കൈജു അഥവാ ഒരു ഹ്യൂജ് മോൺസ്റ്ററിൽ നിന്നാണ്. സോ നേരത്തെ റൂമർ ആയിരുന്നു ഈ സിനിമയിൽ ഒരു കൈജു അപ്പിയർ ചെയ്യുമെന്ന്. പക്ഷേ അത് റൂമറായിട്ട് മാത്രമായിരുന്നു കണ്ടത്. പക്ഷേ ട്രെയിലറിൽ നമുക്ക് കൈജുവിൻ്റെ ഒരു പ്രോപ്പർ ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ എവിടെ നിന്നായിരിക്കും ഈ കൈജു വന്നിട്ടുണ്ടാവുക? ഈ ഒരു സൂപ്പർമാൻ മൂവി ബേസ് ചെയ്തിരിക്കുന്നത് DCയുടെ പല ഐക്കോണിക് കോമിക്സിൽ നിന്നുമാണ്. ഓൾറെഡി ജെയിംസ് ഗൺ പറഞ്ഞിരുന്നു. അതൊരു കോമിക്കാണ് സൂപ്പർമാൻ ബർത്ത് റൈറ്റ്. ഈ ഒരു കോമിക്സിൽ സൂപ്പർമാനെ പബ്ലിക്കിനെതിരെ തിരിക്കാൻ വേണ്ടിയിട്ട് ലെക്സ് ലൂതർ ഒരു മോൺസ്റ്ററിനെ ഉണ്ടാക്കി വിടുന്നു. ഇതുപോലെ കൈജു ലെവൽ ഒരു മോൺസ്റ്ററിനെ ഉണ്ടാക്കി വിട്ടിട്ട് ഇത് സൂപ്പർമാൻ ഉണ്ടാക്കിയതാണ്, ഇത് ക്രിപ്റ്റോണിൽ നിന്ന് വന്നതാണെന്നുള്ള രീതിയിൽ ഒരു മോൺസ്റ്ററിനെ വിടുന്നു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുത്തുന്നു. മേ ബി ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയായിരിക്കാം ഇവിടെയും വരിക. സ്പീക്കിംഗ് അബൌട്ട് ലെക്സ് ലൂതർ, ഈ സിനിമയിൽ ലൂതറായിട്ട് അഭിനയിക്കുന്നത് നിക്കോളാസ് സോൾട്ട് ആണ്. എക്സ്മെൻ സിനിമകളിൽ ബീസ്റ്റായിട്ട് വന്നത് സെയിം ആക്ടർ തന്നെയാണ്. അപ്പോൾ ഓൾറെഡി സൂപ്പർമാൻ ഈ ഒരു യൂണിവേഴ്സിലുള്ള പല സൂപ്പർ ഹീറോസിനെ ആയിക്കോട്ടെ, അതേപോലെ ലൂയിസ് ലെയിലുള്ള ബാക്കി ക്യാരക്ടേഴ്സിനെ ആയിക്കോട്ടെ, ഇവരെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലെക്സ് ലൂതറുമായിട്ടൊരു ഫേസ് ടു ഫേസ് ഇതുവരെ വന്നിട്ടില്ല. ആദ്യമായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു സിനിമയിലൂടെ ആയിരിക്കുമെന്ന് ഗണ്ണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി ഇരുവർക്കും തമ്മിൽ അറിയാം. ആൻഡ് ലെക്സ് ലൂതർ ഹെയ്റ്റ് സൂപ്പർമാൻ ആസ് ഓൾവേസ്. അപ്പോൾ സൂപ്പർമാനെ ഒരു ചെറിയ ഗ്ലാസ് പോലെ എന്തോ ട്രാപ്പിലാക്കി വെച്ചിട്ട് കയ്യിൽ ഒരു തോക്ക് പിടിച്ച് നിൽക്കുന്ന ലെക്സിനെ നമുക്ക് കാണാൻ സാധിക്കും.
പിന്നെ തിയേറ്ററിക്കൽ ട്രെയിലറായിട്ട് ഇറക്കിയ വെർഷനിൽ കുറച്ച് എക്സ്ട്രാ സീൻസ് ഉണ്ട്. മീൻസ് വലിയ സീൻസ് ഒന്നുമല്ല, ലെക്സിൻ്റെ മറ്റൊരു സ്പെഷ്യൽ ഷോട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ 1-2 ഷോട്ട്സ് മാത്രം അവിടെ ഡിഫറൻസ് വരുന്നുണ്ട്. സോ അതിലും ലെക്സിൻ്റെ ഒരു പുതിയ ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൂതർ കോർപ്പിൻ്റെ ബിൽഡിംഗ് കാണിക്കുമ്പോൾ അതിന് മുകളിൽ നമുക്ക് ചെറുതായിട്ടൊരു ക്യാരക്ടറിനെ കാണാം. ആൻഡ് ഈ ക്യാരക്ടറാണ് എഞ്ചിനീയർ. സോ DC കോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് സ്ട്രീമിൽ നാനൈറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ലിക്വിഡ് ബോഡിയുള്ള ഒരു ക്യാരക്ടറാണ് എഞ്ചിനീയർ. അപ്പോൾ ഈ ഒരു മെറ്റൽ അലോയ് വെച്ചിട്ട് സോളിഡ് ഒബ്ജക്ട്സ് ഉണ്ടാക്കാനുള്ള കഴിവ് ഈ ക്യാരക്ടറിനുണ്ട്. ആൻഡ് അതോറിറ്റി എന്നുള്ള ഒരു സൂപ്പർ ഹീറോ ടീമിൻ്റെ പാർട്ടാണ് എഞ്ചിനീയർ. ആൻഡ് ഈ ഒരു ടീമിൻ്റെ ഒഫീഷ്യൽ മൂവി ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. മിഡ് നൈറ്റ് അപ്പോളോ പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഈ മൂവിയിലുണ്ട്. സോ അതിലേക്കുള്ളൊരു ബിൽഡപ്പും കൂടെ ആയിരിക്കാം എഞ്ചിനീയറിൻ്റെ ഈ സിനിമയിൽ വരുന്ന ഗസ്റ്റ് റോൾ. സൂപ്പർമാനെ പബ്ലിക് ഹെയ്റ്റ് ചെയ്യുന്ന ഒരുപാട് സീൻസ് നമ്മൾ കാണുന്നു. ലിറ്ററലി സൂപ്പർമാൻ്റെ തലയ്ക്ക് നേരെ ഒരു ക്യാനൊക്കെ ഒരാളെടുത്ത് എറിയുന്ന കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്കവാറും കൈജു ഫൈറ്റിന് ശേഷമുള്ള ഒരു സീനായിരിക്കാം ഇത്. കാരണം നമുക്ക് ആ ഒരു സൂപ്പർമാൻ്റെ കോസ്റ്റ്യൂം നോക്കിയാൽ കാണാം, എംബ്ലത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. സോ മോസ്റ്റ് ലൈക്ലി ബർത്ത് റേറ്റിലൊക്കെ സംഭവിച്ചതുപോലെ സൂപ്പർമാൻ ഇറക്കിയൊരു കൈജുവാണ്, അല്ലെങ്കിൽ ക്രിപ്റ്റോണിൽ നിന്ന് തന്നെ വന്നൊരു കൈജുവാണെന്ന രീതിയിൽ ലെക്സ് ലൂതർ ഈ ഒരു കൈജുവിനെ കൊണ്ടുവരികയും അത് കാരണം സൂപ്പർമാൻ ഇവിടെ ഹെയ്റ്റ് കിട്ടുകയായിരിക്കും ചെയ്യുക. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂപ്പർമാൻ എന്ന് പറയുന്നത് ഒരു ഏലിയൻ ബീയിങ് ആണ്. ഇപ്പോൾ ഈ ഒരു ബാക്കി സൂപ്പർ ഹീറോസ് എടുത്താൽ ഇവരെല്ലാം ഹ്യൂമൻ ആണ്. ഈ ഒരു സിനിമയിൽ വരുന്ന ഗ്രീൻ ലാൻഡേൺ ആയിക്കോട്ടെ, ഹോക്ക് ഗേൾ ആയിക്കോട്ടെ, മിസ്റ്റർ ടെർഫിക് ആയിക്കോട്ടെ, ഇവയൊക്കെ ഹ്യൂമൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷേ സൂപ്പർമാൻ ഈസ് എൻ ഏലിയൻ. സോ അവിടെയാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് കടന്നു വരുന്നത്. സൂപ്പർമാൻ ക്രിപ്റ്റോൺ എന്ന് പറഞ്ഞൊരു പ്ലാനറ്റിൽ നിന്നാണ് വരുന്നത്. അവിടുന്ന് തന്നെയുള്ള മറ്റൊരു ത്രെറ്റാണ് ഈ പറഞ്ഞ ക്രിപ്റ്റോൺ കൈജു എന്നൊക്കെ ലെക്സ് ലൂതർ വരുത്തി തീർക്കുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് സൂപ്പർമാനെതിരെ ബാക്കി ഹീറോസിന് ഇല്ലാത്തൊരു ഹെയ്റ്റ് കടന്നു വരുന്നതും. അതെങ്ങനെ സൂപ്പർമാൻ നേരിടും, എങ്ങനെ അത് ഓവർകം ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സിനിമയുടെ മെയിൻ പ്ലോട്ടായിട്ട് മുന്നോട്ട് പോകുക. സൂപ്പർമാൻ ചെന്ന് കയറുന്നത് സ്റ്റാഗ് ഇൻഡസ്ട്രീസ് എന്നൊരു കോർപ്പറേഷനിലേക്കാണ്. കോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാഗ് ഇൻഡസ്ട്രീസ് ആക്ച്വലി വളരെയധികം കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന, എന്നാൽ അതേസമയം മോറലി അത്ര നല്ല അല്ലാത്തൊരു കമ്പനിയാണ്. ഇതിന്റെ CEO എന്ന് പറയുന്നത് സൈമൺ സ്റ്റാഗ് ആണ്. and അദ്ദേഹത്തിന്റെ മകളാണ് സഫയർ സ്റ്റാഗ്. സഫയർ സ്റ്റാഗുമായിട്ട് റിലേഷൻ ഉള്ള ക്യാരക്ടറാണ് റെക്സ് മെയ്സൺ അഥവാ മെറ്റാമോർഫോ. ആക്ച്വലി ഒരു ആർക്കിയോളജിസ്റ്റും അഡ്വഞ്ചറൊക്കെ റെക്സ് മെയ്സണെ സൈമൺ സ്റ്റാഗ് ആണ് ഓർബ് ഓഫ് റാ എന്നൊരു മിസ്റ്റീരിയൽ ആർട്ടിഫാക്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നത്. എന്നാൽ ആ ഒരു ഓർബിന്റെ റേഡിയേഷൻ അല്ലെങ്കിൽ ഓർബിന്റെ കഴ്സ് എന്നൊക്കെ പറയാം, അത് കാരണം റെക്സ് മെയ്സൺ മെറ്റാമോർഫോ അല്ലെങ്കിൽ എലമെന്റ് മാൻ എന്നൊരു സൂപ്പർ പവർഡ് ക്യാരക്ടറായിട്ട് മാറുന്നു. സോ തൻ്റെ ശരീരം ഹ്യൂമൻ ശരീരത്തിലുള്ള ഏതൊരു എലമെന്റായിട്ട് മാറ്റാനുള്ള കഴിവ് മെറ്റാമോർഫോയ്ക്കുണ്ട്. നമ്മൾ മെറ്റാമോർഫോയെ ആക്ച്വലി മിന്നായം പോലെ ജസ്റ്റ് ട്രെയിലറിലൊന്ന് കാണുന്നുണ്ട്. അടുത്തായിട്ട് സ്റ്റാഗ് ഇൻഡസ്ട്രീസിലേക്ക് ബാക്കി സൂപ്പർ ഹീറോസ് കടന്നു വരുന്നു. ഈ ഒരു സിനിമയിലൂടെ DCUവിൽ ഡയറക്റ്റ് ഇൻട്രൊഡക്ഷൻ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ആണ് ഗൈ ഗാർഡനർ, ഗ്രീൻ ലാൻഡേൺ, ഹോക്ക് ഗേൾ, പിന്നെ മിസ്റ്റർ ടെർഫിക്കും. സോ നമുക്ക് ഓരോരുത്തരിലേക്ക് പോകാം. ഗൈ ഗാർഡനർ എന്ന് പറയുന്നത് എർത്തിലുള്ള മൂന്നാമത്തെ ഗ്രീൻ ലാൻഡേൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ. കാരണം നമുക്ക് മെയിൻലി എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ഹാൽ ജോർദാൻ, പിന്നെ ജോൺ സ്റ്റുവർട്ട്, ഇവരെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ ഇവരല്ലാതെ കോമിക്സിൽ മെയിൻ ആയിട്ടുള്ള ഗ്രീൻ ലാൻഡേൺ ആണ് ഗൈ ഗാർഡനർ. പുള്ളി ബാക്കിയുള്ളവരെ പോലെ അത്ര ഡീസൻ്റ് അല്ല, കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ കയ്യിലുണ്ട്. എന്നാൽ അതൊക്കെ കൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഗൈ ഗാർഡനറിൻ്റെ ഗ്രീൻ ലാൻഡേൺ. ബാക്കി ഗ്രീൻ ലാൻഡേൺ ഉള്ളതുപോലെ തന്നെ പവേഴ്സ് ഒക്കെയാണ് ഈ ക്യാരക്ടറിനുള്ളത്. നിങ്ങളെല്ലാവർക്കും അറിയായിരിക്കും ലാൻഡേൺസ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ലാൻഡേൺ ബേസ് ചെയ്തൊരു സീരീസ് വരുന്നുണ്ട്. 2026 ഇത് റിലീസ് ആവുക. സോ ഇതിൽ ഓൾറെഡി ഹാൽ ജോർദാനും ജോൺ സ്റ്റുവർട്ടും ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഗൈ ഗാർഡനർ ക്യാരക്ടറിനെ നമുക്കതിൽ പ്രതീക്ഷിക്കാം. അടുത്തത് ഹോക്ക് ഗേൾ ആണ്. ജസ്റ്റിസ് ലീഗ് ആനിമേറ്റഡ് സീരീസ് കണ്ടവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ക്യാരക്ടറാണ് ഹോക്ക് ഗേൾ. എന്നാൽ DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ് വന്നപ്പോൾ ഹോക്ക് ഗേളിനെ ആ പരിസരത്തെ കണ്ടില്ല. എന്നാൽ ഹോക്ക്മാൻ ബ്ലാക്ക് ആർത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമയ്ക്ക് കണ്ടിന്യൂഷൻ കിട്ടാത്തതുകൊണ്ട് തന്നെ ഹോക്ക് ഗേളിൻ്റെ കണക്ഷനോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. എന്നാൽ DCU ആരംഭിക്കുന്ന ആദ്യ സിനിമയിൽ തന്നെ ഹോക്ക് ഗേൾ കടന്നു വരികയാണ്. മാഡം വെബിൽ അന്യ കോർസനായിട്ട് അഭിനയിച്ച സെയിം ആക്ട്രസ് ഇസബെല്ല മെഴ്സിഡ് ആണ് ഇവിടെ ഹോക്ക് ഗേളായിട്ട് വരുന്നത്. സോ ഹോക്ക് ഗേളിൻ്റെ ഒറിജിനിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമിക്സിൽ 2 ഒറിജിൻ ഉണ്ട്. ആദ്യത്തത് തനകാർ എന്നൊരു പ്ലാനറ്റിൽ നിന്ന് ഹോക്ക് ഗേളും ഹോക്ക്മാനും വരുന്നു എന്നാണ്. പക്ഷേ ഇവിടെ സൂപ്പർമാൻ ഒരു ഏലിയൻ ആണ് എന്നുള്ളതൊരു മെയിൻ കോൺഫ്ലിക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഇവർ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഒറിജിനായിട്ടുള്ള പുനർജന്മം ബേസ്ഡ് ആയിരിക്കും. സോ ഈജിപ്തിലുള്ള ഒരു പ്രിൻസസും പ്രിൻസുമായിരുന്നു ഒറിജിനലി ഹോക്ക്മാനും ഹോക്ക് ഗേളും. എന്നാൽ പിന്നീട് ഇവർ പുനർജന്മങ്ങളായിട്ട് വീണ്ടും വീണ്ടും ജനിക്കുന്നു. പക്ഷേ ഇതൊരു ശാപം പോലാണ്. ഇവർ വീണ്ടും വീണ്ടും ജനിക്കുന്നു. ഇവർ പക്ഷേ ഒരിക്കലും ഒരുമിക്കുന്നില്ല. ഒരു ട്രാജിക് ഫേറ്റ് എല്ലാ ജന്മത്തിലും സംഭവിച്ച് ഇവർ ഒരുമിക്കാതെ പോകുന്നു. അപ്പോൾ മിക്കവാറും ആ ഒരു പുനർജന്മം ബേസ് ചെയ്തുള്ള ഒറിജിനായിരിക്കും ഇവിടെ കിട്ടുക. മിസ്റ്റർ ടെർഫിക് ഒരുപാട് പേർക്ക് വലിയ പരിചയമില്ലാത്തൊരു ക്യാരക്ടർ ആയിരിക്കും മിസ്റ്റർ ടെർഫിക്. പക്ഷേ കോമിക്സിൽ DC യൂണിവേഴ്സിലെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഹ്യൂമൻസിൽ ഒരാളാണ് മിസ്റ്റർ ടെർഫിക്. ഈ ഒരു ക്യാരക്ടർ ആക്ച്വലി ഒരു സെൽഫ് മെയ്ഡ് സൂപ്പർ ഹീറോ ആണ്. തൻ്റെ എക്സ്ട്രാ ഇന്റലിജൻസ് കൊണ്ടും അഡ്വാൻസ് ടെക്നോളജി കൊണ്ടും ക്രൈമിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് മൈക്കൽ ഹോൾട്ട് എന്ന മിസ്റ്റർ ടെർഫിക്. സോ മൈക്കൽ ഹോൾട്ട് എന്ന് പറയുന്നത് ഫിസിക്സ് അടക്കം ഒരുപാട് ഫീൽഡിൽ PhD ഒക്കെ നേടിയ വലിയൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ തൻ്റെ ഭാര്യയായിട്ടുള്ള പൗള ഹോൾട്ടും അൺബോൺ ചൈൽഡും ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കുന്നതോടെ ഇയാൾ ഒരുപാട് ഡിപ്രഷനിലോട്ട് പോകുന്നു. സോ അങ്ങനെ ലൈഫിനൊരു പർപ്പസ് വേണമെന്ന രീതിയിലാണ് പിന്നീട് ഈ ഒരു ക്യാരക്ടർ സൂപ്പർ ഹീറോ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിലൂടെയാണ് ലൈവ് ആക്ഷനിൽ പ്രോപ്പർ ഒരു സിനിമയിൽ
മൈക്കൽ ഹോൾട്ട് കടന്നു വരുന്നത്. നേരത്തെ ആരോവേഴ്സിൽ ഈ ഒരു ക്യാരക്ടർ കടന്നു വന്നിട്ടുണ്ട്. മിസ്റ്റർ ടെർഫിക്കിൻ്റെ പവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു പുള്ളി ഒരു ബേസിക് ഹ്യൂമൻ ആണ്. ടെക്നോളജിയും ജീനിയസ് ലെവൽ ഇൻ്റലക്റ്റും ഉപയോഗിച്ചാണ് പുള്ളി ഒരു ഹീറോ ആയിട്ട് മാറിയത്. മാത്രമല്ല ഒളിമ്പിക് ലെവൽ അത്ലീറ്റും കൂടിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ വളരെയധികം സ്പീഡും അജിലിറ്റിയും എല്ലാം ഈ ഒരു ക്യാരക്ടറിനുണ്ട്. പിന്നെ പുള്ളിയുടെ ഏറ്റവും ഐക്കോണിക് ഇൻവെൻഷൻ എന്ന് പറയുന്നത് T-സ്ഫിയേഴ്സ് എന്ന് പറയുന്ന ഫ്ലോട്ട് ചെയ്യുന്ന ഒരു മൾട്ടി ഫങ്ഷണൽ ഡിവൈസ് ആണ്. ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് ഹോളോഗ്രാഫിക് പ്രൊജക്ഷൻ, ഹാക്കിംഗ്, ഡേറ്റ അനാലിസിസ്, എനർജി ബ്ലാസ്റ്റ് എമിറ്റിംഗ്, ഫോഴ്സ് ഫീൽഡ് ക്രിയേഷൻ, സർവൈലൻസ് ഡ്രോൺസ് ആയിട്ട് ആക്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ അത് കൂടാതെ തന്നെ ഈ ഒരു മിസ്റ്റർ ടെർഫിക്കിൻ്റെ T-മാസ്കും സ്യൂട്ടും ഉപയോഗിച്ചിട്ട് പലതരം ടെക്നോളജിക്ക് പുള്ളി ഇൻവിസിബിൾ ആണ്. അതായത് ക്യാമറ, മോഷൻ ഡിറ്റക്ടർ, റഡാർ, ഇതിനൊന്നും തന്നെ മിസ്റ്റർ ടെർഫിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ട്രെയിലറിൽ സൂപ്പർമാനും ലോയിസുമായുള്ള റൊമാൻറ്റിക് സീൻസും കാണുന്നുണ്ട്, ക്ലാർക്കും ലോയിസുമായുള്ള റൊമാൻറ്റിക് സീൻസും കാണുന്നുണ്ട്. സോ മിക്കവാറും ലോയിസിന് ഈ ഒരു കഥ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അറിയാം ക്ലാർക്ക് തന്നെയാണ് സൂപ്പർമാൻ എന്ന്. ഒറിജിൻ സ്റ്റോറി അടക്കം ഓൾറെഡി സ്കിപ്പ് ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു ഐഡന്റിറ്റി മറച്ചുവെക്കലും കാര്യങ്ങളും എന്തായാലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് സീനാണ് മഞ്ഞിൽ കിടക്കുന്ന ഒരു ഡാമേജ്ഡായ റോബോട്ടിൻ്റെ അടുത്ത് സൂപ്പർമാൻ ഇരിക്കുന്നത്. സോ ഇത് മിക്കവാറും ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൻ്റെ കാവൽക്കാരായ റോബോട്ട്സിലൊന്നാവും. ഓൾ സ്റ്റാർ സൂപ്പർമാൻ സിനിമ കണ്ടവർക്ക് എന്തായാലും ഈ ഒരു റോബോട്ട്സിനെ മറക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സിനിമകളിൽ തീർച്ചയായിട്ടും കാണുക. സൂപ്പർമാനെ അത്ര താല്പര്യമില്ലാത്തവർക്ക് പോലും വളരെയധികം ലൈക്കബിളായ ക്യാരക്ടറായിട്ട് മാറ്റിയൊരു സിനിമയാണ് ഓൾ സ്റ്റാർ സൂപ്പർമാൻ. അപ്പോൾ ആ ഒരു സിനിമയുടെ ഒറിജിനൽ കോമിക്സ് ഈ ഒരു പുതിയ മൂവിക്കും ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെന്ന് ഗണ്ണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള റോബോട്ടിനെയാണ് നമുക്കവിടെ ഡാമേജ്ഡായിട്ട് കാണാൻ സാധിക്കുന്നത്. സോ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിലും എന്തോ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്. മിക്കവാറും ട്രെയിലറിൻ്റെ തുടക്കത്തിൽ സൂപ്പർമാൻ മഞ്ഞിൽ ഇടികൊണ്ട് വീഴുന്നതും ആ അറ്റാക്കിൻ്റെ ആഫ്റ്റർമാത്ത് ആയിരിക്കാം. അപ്പോൾ അത് ലെക്സ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. മോസ്റ്റ് ലൈക്ലി ലെക്സ് ഈ ഒരു സിനിമയുടെ സെക്കൻഡറി വില്ലൻ ആണെന്നും ബ്രെയിനിയാക്ക് ആകും ഈ സിനിമയുടെ മെയിൻ വില്ലനെന്നും ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്നാൽ ഇത് ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ്. ട്രെയിലറിൽ എങ്ങും നമ്മൾ ബ്രെയിനിയാക്കിനെ അധികം കാണുന്നുമില്ല. സൂപ്പർമാൻ്റെ കോമിക്സിലെ ഏറ്റവും വലിയ ശത്രുക്കളുള്ള ഒരാളാണ് ബ്രെയിനിയാക്ക്. ബ്രെയിനിയാക്ക് എന്ന് പറയുന്ന യൂണിവേഴ്സ് മുഴുവൻ നടന്ന് നോളജ് ശേഖരിക്കുന്ന ഒരു ബേസിക്കലി ഒരു റോബോട്ടാണ് ഈ ക്യാരക്ടർ. എന്നാൽ യൂണിവേഴ്സിൽ നോളജ് ശേഖരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷ്രിങ്ക് റേസ് ഉപയോഗിച്ച് എൻ്റയർ സിവിലൈസേഷൻസും പ്ലാനറ്റ്സും വരെ ചെറുതാക്കി തൻ്റെ സ്പേസ് ഷിപ്പിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. സോ ഹി ഡസൻ കെയർ അബൌട്ട് ദ ലിവ്സ് ഇൻസൈഡ് ഇറ്റ്. പുള്ളിക്ക് ജസ്റ്റ് നോളജ് പ്രിസർവ് ചെയ്യണമെന്ന് മാത്രമാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ മൊറാലിറ്റിയുടെ കേസിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് വരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ബ്രെയിനിയാക്ക്. ഈ സിനിമയിൽ ബ്രെയിനിയാക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് ഫർദർ ട്രെയിലേഴ്സിൽ നിന്നും മറ്റും കണ്ട് തന്നെ അറിയണം. അടുത്ത സൂപ്പർമാൻ സ്റ്റേഡിയത്തിൽ ഒരു ക്യാരക്ടർ അറ്റാക്ക് ചെയ്യുന്നതാണ്. ഇത് ആക്ച്വലി അൾട്രാമാൻ എന്ന ക്യാരക്ടറാണ്. അൾട്രാമാൻ നിങ്ങൾ കോമിക്സ് വായിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. സൂപ്പർമാൻ്റെ എർത്ത് 3 കൗണ്ടർ പാർട്ടാണ് അൾട്രാമാൻ. അതായത് കുറച്ചുകൂടി ഈവിൾ ആയിട്ടുള്ള സൂപ്പർമാൻ വേർഷൻ. എന്നാൽ ഇത് മെയിൻ എർത്തിൽ തന്നെയുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. ആൻഡ് സൂപ്പർമാനെ പോലെ ഇരിക്കുന്ന ഏകദേശം ബ്ലാക്ക് നോറിനെയൊക്കെ പോലെ ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നു നെയിം മാത്രം എടുത്തിട്ട് നെയിമും ആ ഒരു ലോഗോ നമുക്ക് നെഞ്ചത്തൊരു ലീക്ക്ഡ് ഫോട്ടോയിൽ നിന്ന് കണ്ടിരുന്നു. അതുമാത്രം എടുത്തിട്ടുള്ളൊരു സെപ്പറേറ്റ് ക്യാരക്ടർ ആയിരിക്കാം ഇതിൽ വരുന്ന അൾട്രാമാൻ. അതിൻ്റെ ലീക്ക്ഡ് ഫോട്ടോയിൽ തന്നെ നേരത്തെ പറഞ്ഞ എഞ്ചിനീയർ എന്ന ക്യാരക്ടറും ക്രീച്ചർ കമാൻഡോസ് വരുന്ന റിക് ഫ്ലാഗ് സീനിയറിൻ്റെ ലൈവ് ആക്ഷൻ വേർഷനും സെയിം ആക്ടർ പ്ലേ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. സോ ഈ ഒരു പിക്കിലൂടെയാണ് റിക് ഫ്ലാഗ് സീനിയർ ക്രീച്ചർ കമാൻഡോസിലെ സെയിം ക്യാരക്ടർ ഈ ഒരു സിനിമയിൽ ഉണ്ടാകുമെന്ന് കൺഫേം ആയത്. ഈ ഒരു ട്രെയിലറിലെ ഏറ്റവും രസകരമായ സംഭവമായിരുന്നു സൂപ്പർമാൻ എന്ന ആക്ച്വൽ ടൈറ്റിൽ എഴുതി കാണിക്കാതിരുന്നത്. അതിന് പകരം DC സ്റ്റുഡിയോസിൻ്റെ ഒഫീഷ്യൽ ടൈറ്റിൽ എടുത്ത് കാണിച്ചു. സോ മിക്കവാറും ഇത് കാണിച്ചതിൻ്റെ മെയിൻ റീസൺ സൂപ്പർമാൻ്റെ ഒരു പുതിയ പടത്തിൻ്റെ മാത്രം വരവല്ല, DCയുടെ ഒരു പുതിയ യുഗം അല്ലെങ്കിൽ DCയുടെ പുതിയ യൂണിവേഴ്സിൻ്റെ തുടക്കം കൂടിയാണ് ഈ ഒരു സിനിമ. അതുകൊണ്ട് തന്നെയാണ് DC സ്റ്റുഡിയോസിൻ്റെ ലോഗോ മെയിനായിട്ട് എടുത്ത് കാണിച്ചത്. പിന്നെ ഈ ഒരു ട്രെയിലറിൽ വന്ന തീം ആയിക്കോട്ടെ, നേരത്തെ വന്ന മ്യൂസിക്സ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ജോൺ വില്യംസിൻ്റെ ഒറിജിനൽ സൂപ്പർമാൻ സിനിമകളിൽ നിന്നുള്ള തീംസിൽ നിന്ന് ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ട് വന്നതാണ്. മാൻ ഓഫ് സ്റ്റീൽ ഹാൻസ് സിമ്മറും ഇതിൽ നിന്ന് ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും മാൻ ഓഫ് സ്റ്റീലിൽ നിന്ന് കോപ്പി അടിച്ചാണ് ഈ തീം വരുന്നതെന്ന് പറയുന്നു. എല്ലാത്തിൻ്റെയും തുടക്കം ജോൺ വില്യംസ്, ക്രിസ്റ്റഫർ റീവ് സിനിമകൾ ചെയ്തിട്ടുള്ള ട്രാക്സ് ആണ്. മാത്രമല്ല ഈ സിനിമയുടെ ട്രെയിലറിൽ ഉടനീളം യൂസ് ചെയ്യുന്ന ഫോൺസ്, ഇപ്പോൾ ഫ്രം ജെയിംസ് ഗൺ എന്ന് എഴുതി കാണിച്ചായിക്കോട്ടെ, എല്ലാ ഫോൺസും ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി സൂപ്പർമാൻ്റെ ഒറിജിനൽ 1978 സിനിമയിൽ വെച്ച ഫോണ്ട് വെച്ചിട്ടാണ്. എന്തായാലും സ്നൈഡർ തുടങ്ങി വെച്ച യൂണിവേഴ്സ് അബ്രപ്റ്റായിട്ട് നിന്നുപോയി. അതിനുശേഷം എന്തൊക്കെയോ റാൻഡം മൂവീസൊക്കെ ഇറക്കുന്നത് പോലെ ലിറ്ററലി DCയുടെ അവസാനത്തെ ഒരു 7 സിനിമ എടുത്തു കഴിഞ്ഞാൽ ബേർഡ്സ് ഓഫ് പ്രേ തൊട്ട് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 7 യൂണിവേഴ്സിലാണെന്നുള്ള അവസ്ഥയാണ്. ഒരേ ക്യാരക്ടേഴ്സ് തന്നെ 2-3 പടത്തിലൊക്കെ വന്നിട്ട് പോലും ഇതൊക്കെ പല പല യൂണിവേഴ്സിലെ പടമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാലൊരു സ്ട്രക്ചേർഡ് യൂണിവേഴ്സ് ഫൈനലി നമുക്ക് കിട്ടുകയാണ്. ആൻഡ് ഇതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം DCക്ക് പ്രോപ്പറായിട്ട് യൂണിവേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് മാർവലിനൊരു കോമ്പറ്റീഷനാണ്. റീസെൻ്റ്ലി ഡൗൺ ആയിപ്പോയ മാർവലിന് ഇനി അങ്ങോട്ട് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് ക്വാളിറ്റിയിൽ എന്തായാലും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. സോ രണ്ടിടത്തും നല്ല രീതിയിൽ കോമ്പറ്റീഷൻ വരുന്നതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഐറ്റംസ് ബോത്ത് യൂണിവേഴ്സിൽ നമുക്ക് കിട്ടും. ആൻഡ് ദാറ്റ്സ് ദ ഡ്രീം സിനാരിയോ എവറി കോമിക് ബുക്ക് ഫാൻസ് വാണ്ട്സ്. അതൊക്കെ തന്നെ ഫ്യൂച്ചർ സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രെയിലറിന് ശേഷം വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. DCയിലെ മുഴുവൻ വരാനിരിക്കുന്ന പ്രൊജക്റ്റുകളെ പറ്റി പറയാനുണ്ട്. നേരത്തെ പറഞ്ഞ ക്രീച്ചർ കമാൻഡോസിനെ പറ്റി പറയാനുണ്ട്. ആൻഡ് വാട്ട് ഹാപ്പൻ ടു DCU, എന്താണ് സ്നൈഡറിന് സംഭവിച്ചത്, വൈ ക്യാൻ ദേ ബ്രിങ് ഹിം ബാക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗൺ ഇപ്പോൾ വന്നത്, വേറെ ഇടയ്ക്ക് ചെയ്ത മൂവീസിനൊക്കെ കണ്ടിന്യൂഷൻ എന്താണ് കിട്ടാത്തത്, അങ്ങനെ ഒരുപാട് പേർക്ക് ജനറലി ഡൗട്ട്സ് ഉണ്ടായിരിക്കാം.
അപ്പോൾ അതൊക്കെ നമുക്ക് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ഉണ്ട്. സോ നമുക്ക് വരും ദിവസങ്ങളിൽ ഇത് പല പല വീഡിയോസായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജും വാട്സപ്പ് ഒരു ചാനലും ഉണ്ട്, അതുകൊണ്ട് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഇനി മറ്റുള്ളവർ കണ്ടുപോകുന്നവരേക്കും ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.